നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. 10 വയസ്സുകാരിയെ മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസികൾ ക്രൂരമായി തല്ലിച്ചതച്ചു. ചൂട് കമ്പി കൊണ്ട് പൊള്ളിക്കുകയും ചട്ടുകം പഴുപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. നീറ്റിന്റെ മോക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് മകളെ അച്ഛൻ അടിച്ചുകൊന്നു. 17-കാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വനിതാ പോലീസുകാരെ നട്ടപ്പാതിലേക്ക് വിളിച്ച് ലൈംഗിക ചുവയുള്ള വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന വിരുദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണന്തലയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തുവന്നു. 10 വയസ്സുകാരിയെ മോഷണക്കുറ്റം ആരോപിച്ച് അയൽവാസികൾ ക്രൂരമായി തല്ലിച്ചതച്ചു. ചൂട് കമ്പി കൊണ്ട് പൊള്ളിക്കുകയും ചട്ടുകം പഴുപ്പിച്ചു വയ്ക്കുകയും ചെയ്തു. നല്ലൂരിലാണ് ക്രൂരത അരങ്ങേറിയത്. കുട്ടിയുടെ അമ്മായി ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10 വയസ്സുള്ള ആദിവാസി ബാലികയ്ക്ക് ക്രൂര മർദ്ദനം. ചൂടുള്ള ഇരുമ്പുവടി ഉപയോഗിച്ചായിരുന്നു അയൽക്കാർ കുട്ടിയെ മർദ്ദിച്ചത്. മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്ന സംശയത്തിന്റെ പേരിലാണ് കുട്ടിയെ അയൽവാസികൾ മർദ്ദിച്ചത്. ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലാണ് കേസിനാസ്പദമായ ക്രൂരത അരങ്ങേറിയത്. ഗണ്ടല ചെഞ്ചമ്മ എന്ന കുട്ടിയെ മോഷണക്കുറ്റം നിർബന്ധിപ്പിച്ച് സമ്മതിപ്പിച്ചുവെങ്കിലും പിന്നീട് പങ്കില്ലെന്ന് തെളിഞ്ഞു. മാതാപിതാക്കളില്ലാത്ത ചെഞ്ചമ്മ അമ്മായിയുടെ സംരക്ഷണയിലാണ് താമസിക്കുന്നത്. അയൽവാസികൾ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ചൂടുള്ള ഇരുമ്പുവടി കൊണ്ട് മർദ്ദിക്കുകയും തവി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയവർ കുട്ടിയെ രക്ഷിക്കുമ്പോൾ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ചികിത്സയ്ക്കായി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയുടെ അമ്മായി ഉൾപ്പെടെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. നീറ്റിന്റെ മോക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് മകളെ അച്ഛൻ അടിച്ചുകൊന്നു. 17-കാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. അധ്യാപകനായ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിലാണ് ക്രൂരത അരങ്ങേറിയത്. നീറ്റിന്റെ മാതൃകാ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് 17-കാരിയെ അച്ഛൻ അടിച്ചുകൊന്നു. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിലാണ് സംഭവം. +2 വിദ്യാർത്ഥിനിയായ സാധനയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവും സ്കൂൾ അധ്യാപകനുമായ ദോണ്ടിറാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് പരീക്ഷയിൽ 92%-ലധികം മാർക്ക് സാധന നേടിയിരുന്നു. എന്നാൽ നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സാധനയ്ക്ക് അടുത്തിടെ നടത്തിയ മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു. ഇതോടെ പിതാവ് മകളെ ശകാരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. മകളെ വടികൊണ്ട് പലതവണ അടിച്ചെന്നും റിപ്പോർട്ടുണ്ട്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാധനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച മരണത്തിന് കീഴടങ്ങി. സാധനയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. മകളെ മർദ്ദിച്ചതായി ദോണ്ടിറാം സമ്മതിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. വനിതാ പോലീസുകാരെ നട്ടപ്പാതിലേക്ക് വിളിച്ച് ലൈംഗിക ചുവയുള്ള വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന വിരുദ്ധനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴക്കൂട്ടം സ്വദേശി ജോസാണ് കോട്ടയത്ത് നിന്ന് പിടിയിലായത്. വനിതാ പോലീസിനെ രാത്രികാലങ്ങളിൽ വിളിക്കുക, എന്നിട്ട് ഇക്കിളിപ്പെടുത്തും വിധം അശ്ലീല സാഹിത്യം വിളമ്പുക, ആരെയും നാണകെടുത്തുന്ന നീലസാഹിത്യം പറയുക. ഇതിനാണ് മേലംകുളം സ്വദേശിയായ ജോസ് പിടിയിലായത്. വനിതാ ബറ്റാലിയനിൽ വിളിച്ച് അശ്ലീലം പറയുന്നത് ഇയാളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഇന്റർനെറ്റിൽ പരതി IG എന്നോ DYSP എന്നോ വ്യത്യാസമില്ലാതെ വനിതാ ഉദ്യോഗസ്ഥരുടെ നമ്പർ കണ്ടെത്തിയാണ് ഫോൺ വിളി. നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോട് സംസാരിക്കും. ഫോൺ കട്ട് ചെയ്താലും പ്രതി വീണ്ടും വിളിക്കും. കഴക്കൂട്ടത്തെ വനിതാ ബറ്റാലിയനിൽ നിരന്തരം വനിതാ ഉദ്യോഗസ്ഥരെ വിളിച്ച് ഇത്തരം നീലസാഹിത്യം പറഞ്ഞതിനാണ് ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് കോട്ടയത്ത് നിന്ന് ജോസിനെ പൊക്കിയത്. മാളിൽ ജോലി ചെയ്യുന്ന ജോസ് കോട്ടയത്താണ് താമസിക്കുന്നത്. കഴക്കൂട്ടം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ട ജോസ് ഇത്തരത്തിലുള്ള 20ഓളം കേസുകളിൽ പ്രതിയാണ്. പലതവണ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. എറണാകുളത്തും തിരുവനന്തപുരത്തും ഇയാൾക്കെതിരെ മോഷണ കേസുകളിലും നിലവിലുണ്ട്. 2 തവണ പോലീസ് പിടികൂടിയപ്പോഴും ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനും കേസുണ്ട്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാളെ ഒന്ന് കാണാനും നന്നായി പെരുമാറാനും ആഗ്രഹിച്ചിരിക്കുകയാണ് വനിതാ ബറ്റാലിയനിലെ പോലീസ് ഉദ്യോഗസ്ഥകൾ. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. മണ്ണന്തലയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായകമായ തെളിവുകൾ പുറത്തുവന്നു. യുവതിയെ ക്രൂരമായി 3 ദിവസം സഹോദരൻ മർദ്ദിച്ചുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച പോലീസുകാർ വരെ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ സഹോദരന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട നന്നാട്ടുകാവ് പന്തലക്കോട് തിരുവോണം വീട്ടിൽ ഷഫീന 3 ദിവസം ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു യുവാവുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് സഹോദരൻ ഷംസാദ് ഷഫീനയെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 7-നായിരുന്നു ദാരുണ സംഭവം. മർദ്ദനത്തിൽ ഷഫീനയുടെ തലയോട്ടി പൊട്ടി. 2 വശത്തെയും വാരിയെല്ലുകൾ തകർന്നു. വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് ഷംഷാദ് സഹോദരിയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയുടെ ശരീരമാസകലം നഖം ഉപയോഗിച്ച് മാന്തിയതിന്റെ പാടുകളുണ്ട്. ശരീരത്തിൽ കടിയേറ്റതിന്റെയും പാടുണ്ട്. ചവിട്ടേറ്റ കൈകൾക്ക് ഒടിവുണ്ട്. ശരീരമാസകലം ഇടിയും അടിയും ഏറ്റതിന്റെയും പാടുകളുണ്ട്. പലതവണ മർദ്ദനവും പിടിവലിയും നടന്നതായും പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. മലപ്പുറം സ്വദേശിയായ ഒരു യുവാവുമായുള്ള സഹോദരിയുടെ ബന്ധമാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് ഷംഷാദ് പോലീസിന് നൽകിയ മൊഴി. സംഭവ ദിവസം അപ്പാർട്ട്മെന്റിൽ യുവാവുമായി സഹോദരി വീഡിയോ കോൾ ചെയ്യുന്നത് ഷംഷാദ് കണ്ടതാണ്
പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. ചെമ്പഴന്തി അണിയൂരിലെ ഒരു കേസിൽ പ്രതിയായ ഷംഷാദ് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മണ്ണന്തല ഇസാഫ് ബാങ്കിന് സമീപത്തെ സ്വകാര്യ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തത്. 2 കുട്ടികളുടെ മാതാവായ ഷഫീന ഭർത്താവുമായി പിണങ്ങി മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിക്കാനെത്തി. സഹോദരിയുടെ കുടുംബ പ്രശ്നത്തിന് കാരണം മറ്റൊരു യുവാവുമായുള്ള ചാറ്റിംഗും വീഡിയോ കോളുകളുമാണെന്ന സംശയം നേരത്തെ ഷംഷാദിന് ഉണ്ടായിരുന്നു. സംഭവ ദിവസം വീഡിയോ കോളിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്നുണ്ടായ കയ്യാങ്കളിയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.